നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളെയും വിവാദങ്ങളെയും എന്നും ധീരമായി നേരിടുന്ന ആളാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും വൈറൽ താരവുമായ രേണു സുധി. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായ ശേഷം ലഭിച്ചിരുന്ന പിന്തുണ ഇപ്പോൾ ഓരോ ദിവസവും രേണുവിന് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ രേണു നടത്തുന്ന പ്രസ്താവനകളാണ് രേണുവിന് വിനയാകുന്നത്. സഹായിച്ചവരെയൊക്കെ തള്ളിപ്പറയുന്ന നിലപാടാണ് രേണു സ്വീകരിക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്. രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചത് കിച്ചുവായിരുന്നു. കഴിഞ്ഞ ദിവസം രേണുവിനെതിരെ കിച്ചു നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായി. ഇപ്പോഴിതാ രേണു സുധി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വരുത്തിയ ചില മാറ്റങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പേര് രേണു സുധി എന്നത് മാറ്റി രേഷ്മ പി തങ്കച്ചൻ എന്നാണ് മാറ്റിയിരിക്കുന്നത്. അക്കൗണ്ട് ഔദ്യോഗികമായി വെരിഫൈഡ് ആയതോടെയാണ് ഈ ഒരു മാറ്റം. എന്നാൽ അക്കൗണ്ടിന്റെ പേരിപ്പോഴും രേണു സുധി എന്ന് തന്നെയാണ്. നേരത്തെ തന്റെ പേരിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിരുന്നു. രേണു സുധി എന്നത് യഥാർത്ഥ പേരല്ലെന്നും രേഷ്മ പി തങ്കച്ചൻ എന്നാണെന്നും പറഞ്ഞ് പലരും താരത്തെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും ബിഗ് ബോസ് മലയാളം സീസൺ 7 സമയത്ത് ഒരു മത്സരാർത്ഥി താരത്തെ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. അന്നുയർന്ന ആ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ പേരുമാറ്റം എന്നാണ് രേണുവിന്റെ ആരാധകർ പറയുന്നത്. എന്നാൽ അക്കൗണ്ടിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്ന വേളയിൽ ഐഡിയിലുള്ള പേര് തന്നെ ചേർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പേരുമാറ്റമെന്നും വിമർശനം ഉയരുന്നുണ്ട്. 14 കോടിയിലധികം പേരാണ് 30 ദിവസത്തിനുള്ളിൽ തന്റെ അക്കൗണ്ട് സന്ദർശിച്ചത് എന്നുള്ള വിവരങ്ങളും രേണു പങ്കുവച്ചിരുന്നു. നിലവിൽ 4 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സാണ് രേണുവിന് ഉള്ളത്. ഇൻസ്റ്റഗ്രാമിലെ പുത്തൻ വരുമാന മാർഗമായ സബ്സ്ക്രിപ്ഷൻ സേവനം പരീക്ഷിച്ച് വൻ വിജയമാണ് രേണു സ്വന്തമാക്കിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ 2618 പേരാണ് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. പ്രതിമാസം 180 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ നിരക്ക്. 4,71,240 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ രേണു സ്വന്തമാക്കുന്നത്. ഇതുവരെ 20 റീലുകൾ, 58 സ്റ്റോറികൾ, 2 പോസ്റ്റ് എന്നിവയാണ് സബ്സ്ക്രൈബേഴ്സിനായി മാത്രം രേണു പങ്കുവച്ചിട്ടുള്ളത്. കൊല്ലം സുധിയുടെ മകൻ കിച്ചു നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ രേണുവിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായിരുന്നു. സുധിയുടെ മരണസമയത്ത് ചിലർ ആഘോഷ മൂഡിലായിരുന്നുവെന്നും 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുവെന്നുമായിരുന്നു കിച്ചുവിന്റെ വാക്കുകൾ. ഇത് രേണുവിനെ ഉദ്ദേശിച്ചാണെന്നുള്ള തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായതോടെ താരം പ്രതിരോധത്തിലായി. എന്നാൽ തന്റെ വാക്കുകളിൽ രേണു ഉണ്ടായിരുന്നില്ല എന്ന് കിച്ചു പിന്നീട് തിരുത്തി. ഇതിന് പിന്നാലെ രേണുവും വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം കുട്ടിക്കാലം മുതൽ ഭർത്താവ് കൊല്ലം സുധിയെ നഷ്ടപ്പെടുന്ന കാലം വരെയുള്ള തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞ് രേണു സുധി രംഗത്തെത്തിയിരുന്നു. ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെന്നും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ടെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു. ആദ്യ വിവാഹത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നിരുന്നു. മനസ്സിന് സന്തോഷം തരുന്നതും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതും സ്കൂൾ കാലഘട്ടത്തിലേക്കാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സ്കൂൾ ജീവിതം കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവിടേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് തോന്നിപ്പോകുന്നു. +1, +2 ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. ശേഷം ബാംഗ്ലൂരിൽ ജനറൽ നഴ്സിംഗിന് ചേർന്നു. നഴ്സിംഗ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ബാംഗ്ലൂർ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അവിടെ പോയി ചേർന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി നഴ്സിംഗ് എനിക്ക് പറ്റുന്നതല്ല എന്ന്. ആദ്യം ഫണ്ടമെന്റൽസും മൈക്രോബയോളജിയും എല്ലാം എഴുതിയെടുത്തു. പക്ഷേ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കിട്ടി തുടങ്ങിയപ്പോൾ രക്തം കാണുമ്പോൾ തലകറങ്ങുന്ന സ്ഥിതിയായി. സ്റ്റിച്ച് കാണാൻ പറ്റാതെയായി. കത്തീറ്ററൈസേഷൻ പേടിയായി. ട്യൂബ് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നുമായിരുന്നു. 1 വർഷത്തോളം നഴ്സിംഗ് പഠിച്ചു. പിന്നീട് ഞാൻ അവസാനിപ്പിച്ച് തിരികെ വീട്ടിൽ വന്നു. ശേഷം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് ചേർന്നു. അതും പക്ഷെ സെറ്റായില്ല. സർട്ടിഫിക്കറ്റുകൾ ബാംഗ്ലൂരാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം ശേഷം കുറച്ചുകാലം സേവന കറി പൗഡർ വിൽക്കാൻ പോയി. മാഹിയിലായിരുന്നു ട്രെയിനിങ്ങും ജോലിയും. ബാഗും തൂക്കി നടക്കുന്ന പിള്ളേരില്ലേ, അവരെ പോലെ ഞാനും കുറെ കാലം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പിള്ളേരെ കാണുന്നത് എനിക്ക് ഇപ്പോഴും വിഷമമാണ്. അവരെ കണ്ടാൽ വിളിച്ചിരുത്തി കാപ്പി കൊടുത്തിട്ടേ പറഞ്ഞയക്കാറുള്ളൂ. ഫോൺ പോലും ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവിടെ നിന്നും ചാടി വന്ന് ഏവിയേഷന് ചേർന്നു. അതിനു മുൻപ് എനിക്കൊരു വിവാഹ ജീവിതം വന്നിരുന്നു. 1 മാസം പോലും ആ ദാമ്പത്യം നിലനിന്നില്ല. ആ പുള്ളിയെ പറ്റി ബ്ലോഗേഴ്സൊക്കെ കുത്തിപ്പൊക്കാറുണ്ട്. പക്ഷെ ഞാൻ എവിടെയും അവരെ കുറിച്ച് പറയാറില്ല. അവർ എന്നെക്കുറിച്ച് എവിടെയും സംസാരിക്കാറില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ വേറൊരു കുടുംബജീവിതം നയിക്കുകയാണ്. നിയമപരമായി വിവാഹം കഴിക്കും മുൻപ് തന്നെ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്നു. ഏവിയേഷന് പഠിച്ച് ട്രെയിനിങ് ചെയ്യുന്ന സമയത്താണ് സുധിച്ചേട്ടൻ ലൈഫിലേക്ക് വരുന്നത്. സുഭീഷ് ഗിന്നസ് എന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ് എനിക്ക് സുധിച്ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത്. ആരാധക എന്ന നിലയിൽ പരിചയപ്പെട്ടതാണ്. അത് പിന്നീട് പ്രണയമായി. 5 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. സ്നേഹം കൊണ്ട് അദ്ദേഹം നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ. ലോക്ക്ഡൌൺ, വെള്ളപ്പൊക്കം എന്നിവയാണ് ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചത്. വീടിന് അഡ്വാൻസ് കൊടുത്തത് നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി.
ഞാനും സുധിച്ചേട്ടനും ജീവിച്ചു തുടങ്ങിയിരുന്നില്ല. അതിനായി ഒരുങ്ങുമ്പോഴാണ് മരണം സംഭവിച്ചത്. മാനസികമായി തളർത്തി. അന്നൊപ്പം നിന്നവരാണ് മുന്നോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നും രേണു പറയുന്നു. മരിക്കുന്ന സമയത്ത് കുറെ കടബാധ്യതകളല്ലാതെ ഒരു തരി മണ്ണ് പോലും സുധിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. മരണം വരെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സുധിയുടെ കുടുംബം അനാഥമാകാതിരിക്കാൻ സന്നദ്ധ സംഘടനയാണ് നടന്റെ മരണശേഷം വീട് നിർമ്മിച്ചു നൽകിയത്. സുധിയുടെ മക്കളുടെ പേരിലാണ് സുധിലയം വീട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.